സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഉന്നയിച്ച സിമി റോസ് ബെൽ ജോണിനെ കടന്നാക്രമിച്ചു കോൺഗ്രസ് നേതൃത്വം. ആരോപണത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ നിമിഷങ്ങൾക്കുള്ളിൽ മലക്കം മറിഞ്ഞു. സിമിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കെ സുധാകരൻ. സിമി റോസ് ബെല്ലിന്റെ ആരോപണം. സിമിക്കെതിരെ പരാതി നൽകി മഹിളാ കോൺഗ്രസ്. അന്വേഷണത്തിന് കെപിസിസി ഭാരവാഹികളെ ചുമതലപ്പെടുത്തി. കോൺഗ്രസിലെ സ്ത്രീകളെയാണ് സിമി റോസ് ബെൽ ജോൺ അധിക്ഷേപിച്ചതെന്ന് വി ഡി സതീശൻ. താനല്ല ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. സിമി റോസ് ബെൽ ജോണിനെതിരെ സൈബർ ആക്രമണം. കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്നാണ് കടുത്ത സൈബർ ആക്രമണം നേരിടുന്നത്. ഇത്തരം സൈബർ ആക്രമണത്തെ നിയമപരമായി നേരിടുമെന്ന് സിമി റോസ് ബെൽ ജോൺ പറഞ്ഞു. കോൺഗ്രസിലെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം ഞെട്ടിക്കുന്നതെന്ന് എ കെ ബാലൻ. ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവിൽ നിന്നുണ്ടായതെന്നും എ കെ ബാലൻ. സിമി റോസ് ബെൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തൽ അത്യന്തം ഗൗരവതരമാണെന്ന് ഡിവൈഎഫ്ഐ. കോൺഗ്രസിൽ അവസരം കിട്ടാൻ ചൂഷണത്തിന് വഴങ്ങേണ്ട സ്ഥിതിയായിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് മമ്മൂട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിതെന്നും മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്നും മമ്മൂട്ടി. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കിയെന്നും നടൻ ജയസൂര്യ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും ജയസൂര്യ. സിനിമാ മേഖലയിൽ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നടി ചാർമിള. സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും അടക്കം 28 പേർ മോശമായി പെരുമാറിയെന്ന് നടി ചാർമിള. RDX എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കേസ്. വഞ്ചന, ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ലാഭവിഹിതം നൽകിയില്ല എന്ന തൃപ്പൂണിത്തറ സ്വദേശി അഞ്ജന ഇബ്രാഹിമിന്റെ പരാതിയിലാണ് നടപടി. RDX നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ എറണാകുളം ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തത്. താരസംഘടനയായ AMMAയുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. നടന്മാരായ ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ലോക്കൽ സമ്മേളനങ്ങൾ അടുത്ത മാസം. സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ. കൊല്ലത്ത് മുന്നണി പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. PK ശശിക്കെതിരായ നടപടി പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തിയതിനെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ADGP MR അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയും ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. സുജിത് ദാസ് സ്വർണ്ണക്കടത്തിൽ പങ്കുള്ളയാൾ. അജിത് കുമാർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊലപാതകം നടത്തിയെന്നും PV അൻവർ. പശ്ചിമബംഗാളിൽ നഴ്സിനു നേരെയും 13-കാരിക്ക് നേരെയും ലൈംഗികാതിക്രമം. 2 സംഭവങ്ങളും സർക്കാർ ഉടമസ്ഥതയിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ. കൊൽക്കത്തയിൽ പ്രതിഷേധം തുടർന്ന് ഡോക്ടർമാർ. തെരുവിൽ സമാന്തര OP തുറന്നു. വയനാട്ടിൽ ദുരന്തഭൂമിയിലെ സ്കൂളുകൾ നാളെ തുറക്കും. വെള്ളാർമലയിലെയും മുണ്ടക്കയിലെയും സ്കൂളുകൾ പ്രവർത്തിക്കുക മേപ്പാടിയിൽ. കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തോടെ വരവേൽക്കാൻ സർക്കാർ. നെഹ്റു ട്രോഫി
ഫോട്ടോഗ്രാഫിക്ക് വിലക്കില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. ഒഴിവാക്കിയത് സർക്കാർ ഓണാഘോഷം മാത്രം. പണം അനുവദിക്കുമെന്ന് ടൂറിസം മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും എം പി രാജേഷ്. അനിശ്ചിതമായി മാറ്റിവെക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ദ്രാവിഡ് യുഗത്തിന് വഴി തുറക്കുന്നു. മുൻ താരവും പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന്റെ മകൻ സമിത് ദ്രാവിഡ് ദേശീയ ടീമിലെത്തി. ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ-19 ക്രിക്കറ്റ് പരമ്പരയിലാണ് സമിത് ദ്രാവിഡ് ഇന്ത്യയുടെ കുപ്പായം അണിയുന്നത്. ADGP തൃശൂർ പൂരം കലക്കിയെന്ന് ഭരണപക്ഷ MLA തന്നെ സമ്മതിച്ചുവെന്ന് കെ മുരളീധരൻ. സംഭവത്തിന് പിന്നിൽ ഏതോ ഉന്നത ബന്ധം താൻ അന്ന് തന്നെ ഉന്നയിച്ചിരുന്നുവെന്നും കെ മുരളീധരൻ. മലപ്പുറം ചെമ്മാട് 3 നില കെട്ടിടത്തിൽ തീപിടുത്തം, ആളപായമില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് നിഗമനം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ജ്ഞാനായ സഭ ബിഷപ്പ് മാർ സേവറിയോസ് മെത്രോപൊലിത്തയ്ക്കെതിരായ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പന കോടതി മരവിപ്പിച്ചതായി സഭാ മാനേജ്മെന്റ് കമ്മിറ്റി. കോട്ടയം മുനിസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം പാത്രിയാർക്കീസിന് സഭയുടെ ആത്മീയ ഭരണ ചുമതല മാത്രമെന്നും മാനേജ്മെന്റ് കമ്മിറ്റി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഇടുക്കിയിൽ മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു. ചക്കക്കൊമ്പനുമായി നടന്ന ഏറ്റുമുട്ടലിൽ മുറിവാലന് പരിക്കേറ്റിരുന്നു. ഇന്ന് വെളുപ്പിനാണ് മുറിവാലൻ ചരിഞ്ഞത്. കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുജന സൗഹൃദ പോലീസ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മന്ത്രി പി രാജീവ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചീഫ് വിപ്പ് എൻ ജയരാജ് മുഖ്യാതിഥിയും KPOA മുൻ സംസ്ഥാന പ്രസിഡന്റ് DK പൃഥ്വിരാജ് വിഷയാവതരണവും നടത്തി. ഗുജറാത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയുടെ തോത് കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കച്ചിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തു നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങി. കച്ച്, ജാംനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പണമിടപാടിനായി എത്തിയ ഡോക്ടറുടെ കാറിന് പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം. പോലീസും നാട്ടുകാരും എത്തിയതോടെ കൊട്ടേഷൻ സംഘം വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. കണ്ണൂർ ശ്രീനാരായണ കോളേജ് SFI യൂണിയൻ മാഗസിൻ പ്രകാശനം ചെയ്തു. ചിന്തേർ മാഗസിൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറാണ് പ്രകാശനം ചെയ്തത്. അന്തരിച്ച പ്രമുഖ അഭിഭാഷകൻ M അശോകന്റെ ഫോട്ടോ അനാച്ഛാദനവും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി കേരള ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അരൂർ എരമല്ലൂർ കാപ്പ കേസ് പ്രതിയെ പാര കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കോട്ടയം സ്വദേശി ജയകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. മദ്യപിക്കുന്നതിനിടെയുണ്ടായ നിസാര തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടന്ന പരിശോധനയിൽ കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിൽ. മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ, കോഴിക്കോട് സ്വദേശിനി ഷിഫ ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. 14.44 കിലോഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഭിന്നശേഷിക്കാരിയായ 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പാലക്കാട് സ്വദേശി ശെൽവകുമാറിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 75% ഭിന്നശേഷിയുള്ള 17-കാരിയെയാണ് ഇയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതെന്ന് പോലീസ്.
ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞ് 16-കാരിയെ മയക്കി പീഡനം, മന്ത്രവാദിക്ക് 52 വർഷം തടവ്. പെൺകുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കാമെന്നും ബന്ധുവിന്റെ അസുഖം മാറ്റാമെന്നും വിശ്വസിപ്പിച്ചാണ് മന്ത്രവാദിയായ ഇബ്രാഹിം കുറ്റകൃത്യം നടത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം വ്യത്യസ്തമാക്കി വിദ്യാർത്ഥികൾ. തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണ നിർധനരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകി തങ്ങളുടെ ഓണാഘോഷം ഗംഭീരമാക്കിയത്. എല്ലാ വർഷവും നടത്തുന്ന വിഭവസമൃദ്ധമായ സദ്യ വേണ്ട എന്ന നിർദ്ദേശം വെച്ചതും വിദ്യാർത്ഥികളായിരുന്നു. മുപ്പത്തിമൂന്ന് പഴവർഗ്ഗങ്ങളുടെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 5 മാസം പ്രായമുള്ള കുഞ്ഞ്. ചിന്നക്കനാൽ സ്വദേശികളായ ചിലമ്പഴകന്റെയും ജെനിഫറിന്റെയും മകൾ ക്ലാരിസയ്ക്കാണ് അത്ഭുത റെക്കോർഡ്. ആഡംബര കാറിനു പിന്നിൽ ടാക്സി കാർ തട്ടിയതിനെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ച ദമ്പതിമാർ. സംഭവത്തിൽ ഖടക്കോപ്പർ സ്വദേശിക്കും ഭാര്യയ്ക്കുമെതിരെ കേസ്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. സ്വകാര്യ കമ്പനിയുടെ MI-17 ചോപ്പറാണ് തകർന്നത്. 6 വയസ്സുകാരിയുടെ കൈയക്ഷരം വൃത്തിയില്ലെന്നാരോപിച്ച് ട്യൂഷൻ ടീച്ചറുടെ ക്രൂരമർദ്ദനം. താനെയിലെ സാഗോൺ ഗ്രാമത്തിലാണ് സംഭവം. ട്യൂഷൻ ടീച്ചർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹരിയാനയിലെ ചാർഖി ദാദ്രി ജില്ലയിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. സംഭവത്തിൽ ഗോസംരക്ഷണ സംഘത്തിലെ 5 പേർ അറസ്റ്റിൽ. നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ബാഗിലാക്കി ഉപേക്ഷിച്ച അമ്മ അറസ്റ്റിൽ. ഡൽഹി ഷഹ്ദാരിയിലാണ് ക്രൂരകൃത്യം. പെൺകുഞ്ഞ് ജനിച്ചതിൽ സമൂഹം തന്നെ പരിഹസിക്കുമോ എന്ന ഭയമാണ് കൊലപാതകത്തിന് കാരണമെന്നും മാതാവിന്റെ മൊഴി. പാലും പാൽ ഉൽപ്പന്നങ്ങളും വേർതിരിച്ച് ലേബൽ ചെയ്ത് വിപണിയിലെത്തിക്കുന്നത് തടഞ്ഞുള്ള ഉത്തരവ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി പിൻവലിച്ചു. ഓഗസ്റ്റ് 21-ന് പുറത്തിറക്കിയ ഉത്തരവാണ് തിടുക്കപ്പെട്ട് പിൻവലിച്ചത്. ഉത്തർപ്രദേശിലെ ബാരബങ്കി ജില്ലയിൽ പുള്ളിപ്പുലിയെ കണ്ടതായി നാട്ടുകാർ. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. .22 പേരുമായി യാത്ര ചെയ്ത റഷ്യൻ MI-8 ഹെലികോപ്റ്റർ ഫോറസ്റ്റിൽ കാണാതായി. ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടുവെന്നും ഹെലികോപ്റ്റർ കണ്ടെത്താനായി തിരച്ചിൽ ആരംഭിച്ചതായും എമർജൻസി മന്ത്രാലയം. ലണ്ടനിലെ നോട്ടിംഗ് ഹിൽ കാർണിവലിലെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചതായി പോലീസ്. 32-കാരിയായ ചെർ മാക്സിമൻ, 41-കാരനായ മുസീം നെറ്റു എന്നിവരാണ് മരിച്ചത്. തെക്കുകിഴക്കൻ യൂട്ടായിൽ അപൂർവ ഇനം പൂച്ച ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തി. ശേഖരിച്ച അസ്ഥികൾ ഒരൊറ്റ ദിനോസറിന്റേതല്ലെന്നും പകരം സൈറ്റിൽ കാണപ്പെടുന്ന ഒരേ ഇനത്തിൽപ്പെട്ട 2 അതിലധികമോ ചരിത്രാതീത ഉരഗങ്ങളുടെ ഭാഗങ്ങളുടെ മിശ്രിതമാണെന്നും ലോസ് ഏഞ്ചൽസിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിന്നുള്ള സംഘം അറിയിച്ചു. ഗ്രീക്ക് തുറമുഖ നഗരത്തിൽ വൻതോതിൽ മത്സ്യം ചത്തുപൊങ്ങിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെയും ടൂറിസത്തെയും സാരമായി ബാധിച്ചുവെന്നും ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികൾ രൂക്ഷമാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കാമെന്നും അധികൃതർ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.